ഒരു മുസ്ലിം പെൺകുട്ടി അറബി കോളേജിലൊക്കെ പഠിച്ച് കുറച്ച് ദീനൊക്കെ പഠിച്ച് ഇതാണ് ശരി, വൃത്തിയായി ജീവിക്കണം എന്നൊക്കെ ബോധമുണ്ടായപ്പോൾ 19 വയസ്സിൽ അവൾക്കൊരു വിവാഹം വന്നു. അന്വേഷിച്ച് നോക്കിയപ്പോൾ ആളത്ര ദീനിയായ ഒരാളല്ല. കുട്ടി വാപ്പനോടും ഉമ്മനോടും പറഞ്ഞു, ഉപ്പാ എനിക്ക് നല്ല ദീനിയായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ചെക്കനെ വേണം. നല്ല ദീനിയായ കുടുംബം, ഉമ്മ ബാപ്പ എല്ലാവരും നല്ല ദീനിയാവണം. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് മാത്രം ചെക്കനെ നോക്കിയാൽ മതി, അല്ലാത്ത ഭർത്താവിന് എനിക്ക് വേണ്ട. കാരണം സന്തുഷ്ടമായ ഒരു കുടുംബം, സംതൃപ്തമായ ഒരു കുടുംബം ദീനുള്ള കുടുംബമാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കി. ബാപ്പയും ഉമ്മയും അവൾക്ക് കല്യാണം അന്വേഷിച്ചു. പലരും പല ആലോചനകളുമായിട്ട് വന്നു. അവസാനം ഒരാലോചന വന്നു. ആ ആലോചന വന്നപ്പോൾ ആദ്യം ആ കുട്ടിയോട് പറഞ്ഞത് ഉമ്മ കഴിയുന്ന വക്തിനൊക്കെ പള്ളിയിൽ പോകും എന്ന. ആ ചെറുക്കൻ്റെ ഉമ്മ കഴിയുന്ന വക്തിനൊക്കെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നും ആ പെണ്ണിനില്ല എങ്കിൽ പോലും കഴിയുന്ന വക്തിനൊക്കെ അടുത്ത് മുജാഹിദ് പള്ളിയുണ്ട്. ആ മുജാഹിദ് പള്ളിയിൽ ഇവർ നിസ്കരിക്കാൻ പോകും. റമദാൻ മാസത്തിന് 10 ദിവസം നിർബന്ധമായും വർഷങ്ങളായിട്ട് പള്ളിയിൽ എത്തിക്കാഫിരിക്കും. ഒരൊറ്റ ഖിയാമുല്ലയിലും ഒഴിവാക്കാതെ നിസ്കരിക്കും. എല്ലാ രാത്രികളിലും പ്രാർത്ഥനയിൽ മുഴുകും. എല്ലാ പ്രോഗ്രാമുകൾക്കും മുന്നിലുണ്ട് ഉമ്മ. അടിപൊളി ഉമ്മയാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു, ശരി ഓക്കെയാണ്. മോനും കുഴപ്പമില്ല, നല്ല ദീനുള്ള നമ്മുടെ മുജാഹിദ് രംഗത്തൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു ചെക്കനും. ചെക്കൻ വന്ന് പെണ്ണ് കണ്ടു. കാണാൻ അല്പം യോജിപ്പ് കുറവാണെങ്കിലും സുന്ദരിയായ ആ പെൺകുട്ടി അല്പമൊക്കെ കാഴ്ചക്ക് കുറവുണ്ടെങ്കിലും ദീനുണ്ടല്ലോ എന്ന ഒരു ബോധത്തിൽ ആ ചെറുക്കനെ കല്യാണം കഴിക്കാമെന്നേറ്റു. വിവാഹം കഴിഞ്ഞു. ഗൾഫിലാണ് അവൻ, ജോലിയുണ്ട്, ദീനുണ്ട്, പ്രശ്നമൊന്നുമില്ല. അവൻ ഗൾഫിലാണ്. ആ ഗൾഫിൽ 3 മാസം കല്യാണം കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ കൂടെ ജീവിച്ച് നല്ല സമാധാനത്തിൽ സന്തോഷത്തിൽ അടിപൊളിയായി ജീവിച്ച് ആ ചെറുക്കൻ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നു. ഗൾഫിലേക്ക് തിരിച്ചു പോയി അവൻ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യും. ഈ പെൺകുട്ടിയാണെങ്കിൽ ഓൺലൈൻ വഴി ഒരു ഖുർആൻ പഠിക്കുന്നുണ്ട്. ഹാഫിളാവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കോളേജിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു ഓൺലൈൻ വഴി പഠനമാണ്. ഞാൻ പറയുന്ന സംഭവത്തിന് 2 വർഷത്തെ പ്രായമേ ഉള്ളൂ. അങ്ങനെ ഈ കുട്ടി ഓൺലൈൻ വഴി ഖുർആനൊക്കെ പഠിക്കാൻ തുടങ്ങി. വീട്ടിൽ ഭർത്താവ് തിരിച്ചു പോയി, പെൺകുട്ടി വീട്ടിലായി. എല്ലാ പണികളും ചെയ്യും, ഇബാദത്തുകൾ നിസ്കാരങ്ങളുണ്ട്. രാവിലെ ഉമ്മാനെ വിളിച്ച് ഉമ്മാൻ്റെ കൂടെ വന്ന് നിന്ന് ഉമ്മാക്ക് ഇമാമത്ത് നിന്ന് രാവിലെ സുബഹിക്ക് കുട്ടി നിസ്കരിക്കൊക്കെ റെഡിയാണ്. മകൻ വിളിക്കുമ്പോൾ ഉമ്മയോട് മകൻ ചോദിക്കും, ഉമ്മ എൻ്റെ പെണ്ണെവിടെ? ഉടൻ ഉമ്മാൻ്റെ മറുപടി, ആ ഫോണിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ടാവും, എപ്പം നോക്കിയാലും അയിമലാണ്. എന്നാണ് ഉമ്മാൻ്റെ മറുപടി. കൂടെ ഒരു കുത്തും കൂടി ഉണ്ടാവും. ശ്രദ്ധിച്ചോ, ഇപ്പോഴത്തെ കാലമാണ്. ഗൾഫിൽ ജോലി ചെയ്ത് വീട്ടിലെ അവസ്ഥകളൊന്നും കാണാത്ത ഈ മകനെ ഉമ്മ കൊടുക്കുന്ന ഒരു തുള്ളി വിഷമാണത്. എന്നും വിളിക്കും. ഭാര്യയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഉമ്മാനെ വിളിക്കും. ഉമ്മ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എപ്പോഴും അവൾ ഫോണിലാ, ശ്രദ്ധിച്ചോ. ഇവരുടെ ബന്ധത്തിനിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഗൾഫിലിരിക്കുന്ന ഭർത്താവിന് താൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് 3 മാസം മാത്രം പരിചയമുള്ള പെണ്ണിനെ ഇത്തിരി വിശ്വാസ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഉമ്മാൻ്റെ ഒരു തുള്ളി വിഷം. ആ ചെറുക്കനിങ്ങനെ പല പ്രശ്നങ്ങൾ. രാത്രിയിൽ എപ്പോഴെങ്കിലും എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ ഫോണിൽ ഒന്ന് നോക്കി, വാട്സപ്പ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സീൻ 2.5 മണിക്ക് കാണിച്ചതിന് അവൻ ആ പെണ്ണിനെ വഴക്ക് പറഞ്ഞു. നീ ആരോടാ രാത്രി ചാറ്റ് ചെയ്യുന്നത്? അവൾ പറഞ്ഞു, ഞാൻ ചാറ്റ് ചെയ്യുന്ന കുട്ടിയല്ല, എനിക്ക് അന്യപുരുഷന്മാരുമായിട്ട് ബന്ധമില്ല, എന്നെ വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കരുത്. അവർ തമ്മിലുള്ള വഴക്ക് രൂക്ഷമായി. ചുരുക്കി പറയാം, സമയമില്ലല്ലോ, വൈകിയല്ലോ. മാസങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് ഈ പെൺകുട്ടിയെ മൊഴി ചൊല്ലിയിട്ടുള്ള ഒരു കടലാസാണ് നാട്ടിലേക്ക് വരുന്നത്. ഇവളുമായി എനിക്കിനി യോജിച്ച് പോകാൻ കഴിയില്ല. സന്തുഷ്ടമായ കുടുംബത്തിൻ്റെ അടിസ്ഥാനം ദീനാണ് എന്ന് മനസ്സിലാക്കിയിട്ട്
ആ ജീവിതത്തിന് വേണ്ടി തയ്യാറായി ചിലതൊക്കെ അതിനു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തൊരു പെൺകുട്ടി. ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങണ് ഒരുപാട് സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി. ഒരു നല്ല ദീനുള്ള കുടുംബത്തിലാണ് എല്ലാ അവസ്ഥകളും എല്ലാ സന്തുഷ്ടതയും ഉണ്ടാവുക എന്ന് കരുതി വന്ന പെൺകുട്ടി. വിവാഹം കഴിഞ്ഞ് 3 മാസം ഭർത്താവിൻ്റെ കൂടെ ദാമ്പത്യവും കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോൾ ഗൾഫിൽ നിന്ന് ഭർത്താവ് അയച്ച ഒരു പേപ്പറും കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണ്. പൊട്ടിക്കരയുന്ന ആ പെൺകുട്ടിയുടെ കണ്ണുനീര് ആ വീട്ടിൽ പതിച്ച ടൈൽസിൽ പതിഞ്ഞിട്ടുണ്ട്. ഉറ്റി വീഴുന്ന കണ്ണുനീർ തുള്ളികളുമായി കൂട്ടാൻ വന്ന വാപ്പാൻ്റെയും ഉമ്മൻ്റെയും കൂടെ കാറിൽ കയറി ഡോറടച്ച് അവസാനമായി ഒന്നുകൂടി താൻ പ്രതീക്ഷയോടെ വന്നു കയറി ആ വീടും നോക്കിയിട്ട് യാത്രയായ ആ പെൺകുട്ടിയുടെ കണ്ണീരിൻ്റെ പൊള്ളൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എപ്പോഴാണ് ആ ഉമ്മാൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുക? ഇവിടെയാണ് ചില കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ള സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ മുന്നിൽ പുരുഷന്മാരില്ല, ആകെ സംഘാടകർ ഇത്തിരി പേരെ ഞാൻ മുന്നിൽ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും എൻ്റെ ശബ്ദം കേൾക്കുന്നവർ സ്ത്രീകളാണ്. അതുകൊണ്ട് അവരോടാണ് സംസാരിക്കേണ്ടത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എവിടെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം, സന്തുഷ്ടത, നമ്മുടെ കുടുംബത്തിൻ്റെ ഇസ്ലാമികത നഷ്ടപ്പെട്ടത്? ആരാ ഉത്തരവാദി? എൻ്റെ മുന്നിലിരിക്കുന്ന സ്ത്രീജനങ്ങൾ ഉറക്കെ ചിന്തിക്കണം. ഞാനിപ്പോൾ പറഞ്ഞ സംഭവം ആലോചിച്ച് നോക്ക്. എല്ലാ റമദാൻ മാസത്തിലും 10 ദിവസം പള്ളിയിൽ ചെന്ന് എത്തിക്കാഫിരിക്കുന്ന ഉമ്മയാണിത്. സമയം കിട്ടുമ്പോഴൊക്കെ നിസ്കാരപ്പായയിലേക്ക് പോയി നിസ്കാരം നിർവഹിക്കുന്ന, ളുഹാ നിസ്കരിക്കുന്ന ഉമ്മയാണ്. എല്ലാ നിസ്കാരങ്ങളുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, 15 ദിവസം കൂടുമ്പോൾ മാസം കൂടുമ്പോൾ കത്തം തീർക്കുന്നുണ്ട്. പക്ഷെ ഉമ്മാൻ്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റ് നോക്കൂ നിങ്ങൾ. 2 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ ഞാൻ സ്വർഗം നിങ്ങൾക്ക് ഉറപ്പ് തരാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 1 നാവാണ്. ഈ ഉമ്മ ഒറ്റിച്ചു കൊടുത്തൊരു വിഷം ഒരു പെണ്ണിൻ്റെ ജീവിതം തകർത്തു. ആ പെണ്ണ് കണ്ണീരുമായി മടങ്ങിയെങ്കിൽ, അവൾ 2ാം തരക്കാരിയായി എങ്കിൽ ആ പെൺകുട്ടി ഇനി എന്താ ചിന്തിക്കാന്നറിയോ? ദീന് കൊണ്ട് കാര്യമില്ല എന്നാണ്. ആ ഉമ്മാൻ്റെ കാര്യങ്ങൾ എവിടെ എത്തി നോക്ക് നിങ്ങൾ. നാളെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കോടതിയിൽ ഈ ഉമ്മ മറുപടി പറയേണ്ടി വരും. ഞാൻ നിസ്കരിച്ച നിസ്കാരം, നോറ്റ നോമ്പ്, ഇരുന്ന ഇത്തികാഫ് ഒന്നും അവിടെ ഈ പെണ്ണിന് രക്ഷയാവാൻ വഴിയില്ല. അതെല്ലാം അതിനപ്പുറത്ത് ഈ പെണ്ണിൻ്റെ കണ്ണുനീര് ഈ ഉമ്മാൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന ബോധമില്ലെങ്കിൽ എവിടെയാണ് ഈ പെണ്ണിന് ദീനുള്ളത്? ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങളുടെ പരിസര പ്രദേശത്ത് ഇല്ലാത്ത വീട് പറഞ്ഞു തരൂ നിങ്ങൾ. എല്ലാ വീട്ടിനകത്തുള്ള പ്രശ്നമാണ് ഇതൊക്കെ. ദീനുണ്ട്. ദീന് എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ് നോൽക്കലും, ഇത്തികാഫിരിക്കലും, പാച്ചിലും പരിപാടിക്ക് പായലുമാണ് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ല, ഒരു സ്ത്രീയുടെ സ്വർഗം ആ സ്ത്രീയുടെ വീടാണ്.